കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒന്നാം പിണറായി സർക്കാരിനെ താരതമ്യപ്പെടുത്തുമ്പോൾ, രണ്ടാം പിണറായി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ കുറ്റം പറയാനാവില്ല എന്നൊരു അഭിപ്രായം വന്നിരിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ കെ ബാലന്റെ ഭാഗത്തു നിന്ന്. അദ്ദേഹം പറയുന്നത് കേന്ദ്രമാണ് ഇതിന് പ്രധാനമായി തടസ്സം നിൽക്കുന്നത്. പക്ഷേ പല വാഗ്ദാനങ്ങളും രണ്ടാം പിണറായി സർക്കാരിന് വേഗത്തിൽ നടപ്പാക്കാനാകുന്നില്ല കഴിഞ്ഞ സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്നുള്ളത് ഈ സ്വയം വിമർശനമായിട്ട് കണക്കാക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രീ എ കെ ബാലനെ സംബന്ധിച്ച് അദ്ദേഹം ഈ സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മകളും, രണ്ടാമത് പിണറായി സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മകളെയും പരസ്യമായി ന്യായീകരിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പോലും അദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ സർക്കാരിനോടൊപ്പം ഓടിയെത്താൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്ന്. ഇവിടെ അതിന് കാരണമായി അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുമുണ്ട്. ആ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലെ തർക്കങ്ങൾ, അത് സാമ്പത്തികമായ വിഷയങ്ങളിലെ തർക്കങ്ങളാണ്. അത് മറ്റൊരു വിഷയമായി നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉൾപ്പെടെ, അതിന് മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ചിട്ട് കാര്യമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തി മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നതിന്റെ ഒരു പരിദേവനം കൂടിയായ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. ഏതായാലും ഇവിടെ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സർക്കാർ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കല്ലോ ഞാൻ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തത് ഉൾപ്പെടെ ശുദ്ധിതരംഗം പദ്ധതിയിൽ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഒരു വർഷമായി അവർക്ക് കേട്ടുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ രീതിയിലൊക്കെ സാമ്പത്തികമായി നഷ്ടം തിരിയുന്ന അവസ്ഥ. അപ്പോ ഇതിനെല്ലാം പുതിയ സർക്കാരിലുള്ള, അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിലുള്ള മന്ത്രിമാരുടെ കെടുകാര്യസ്ഥത, അവരുടെ കഴിവില്ലായ്മയൊക്കെ ഇൻഡയറക്റ്റായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഞങ്ങളൊക്കെ മിടുക്കരായിരുന്നു എന്ന തുണി കൂടി അതിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ വസ്തുതകളായി കാണുമ്പോൾ ഇത്തരത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും തികഞ്ഞ പരാജയമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് ശ്രീ എ കെ ബാലൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി കേരളീയ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വാഗ്ദാനങ്ങൾ പഴയതുപോലെ വേഗത്തിൽ നടപ്പാക്കാനാകുന്നില്ല എന്ന് പറയുന്നിടത്ത് ചില പദ്ധതികളെങ്കിലും പരാജയപ്പെടുന്നുണ്ട് എന്ന് കൂടിയുള്ള ഒരു സമ്മതം ഇതിനകത്ത് വരുന്നുണ്ടല്ലേ? ചില പദ്ധതികളല്ലോ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ചിലവുകൾ പോലും, സാമ്പത്തികം പോലും സംസ്ഥാന സർക്കാരിന്റെ കൈവശമില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ മറ്റ് BJP ഇതര സർക്കാരുകൾക്കെല്ലാം ഇതേ അവസ്ഥയുണ്ട്. അത് കർണാടകത്തിനുണ്ട്, തമിഴ്നാടിനുണ്ട്, ആന്ധ്രയ്ക്കുണ്ട്, തെലങ്കാനയ്ക്കുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെയൊക്കെ അവരുടെ വികസന പദ്ധതികളുമായി അതാത് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തെ മാത്രം കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥവുമില്ല. അപ്പോ ആ രീതിയിൽ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പുറകോട്ട് പോകുന്നെങ്കിൽ ഒരു ഇരുത്തിച്ചിന്തം ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആ ഒരു ആരോപണത്തെ ഒരുപക്ഷെ പരോക്ഷമായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും കള്ളപ്രചാരണമാണെന്ന് ആവർത്തിക്കുക കൂടി എ കെ ബാലൻ ചെയ്തിട്ടുണ്ട്. പി ശശിയെ പരിപൂർണമായി ന്യായീകരിച്ചിരിക്കുന്നു. പി ശശി ഇതിനകത്ത് ഇടപെടാറില്ല, പ്രതിപക്ഷം നടത്തുന്നത് കള്ളപ്രചാരണമാണ്. അതിന്റെ ഒരു പ്രതികരണം കൂടി. അത് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയൂ. വരും ദിവസങ്ങളിലെങ്കിലും അദ്ദേഹം ആ വിഷയവും തിരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസിൽ ഇടപെടൽ, പി ശശിയുടെ ഭാഗത്തുണ്ടാകുന്ന ഇടപെടലിനെ സംബന്ധിച്ചൊന്നും നമ്മൾ പ്രത്യേകമായി പറയേണ്ടതില്ല. അവിടെ മുഖ്യമന്ത്രി പോലും അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഒറ്റ കാര്യം കൂടി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അത് ലീഗുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം കൂടി ഇതിനകത്ത് വന്നതുകൊണ്ടാണ്. പരാജയപ്പെടുന്ന UDF-നൊപ്പം എന്തിന് നിൽക്കണം ലീഗ്? CPM-ന് ലീഗിനോടുള്ള ഒരു സോഫ്റ്റ് കോർണർ വീണ്ടും വ്യക്തമാക്കുന്നത്, അത് എ കെ ബാലന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, പല CPM നേതാക്കളുടെ ഭാഗത്തുനിന്നും പല രീതിയിൽ വന്നത് നമ്മൾ കണ്ടതാണ്. പരാജയപ്പെടുന്ന UDF-നൊപ്പം നിൽക്കേണ്ട ആവശ്യം ലീഗിനുണ്ടാവുകയില്ല എന്ന് പറയുന്നിടത്ത് മറ്റൊരു ചിന്ത മുന്നണിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ലീഗ് അവരുടെ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ പരാജയപ്പെടുന്ന UDF എന്ന് പറയുമ്പോൾ UDF-ന്റെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലീഗാണ് UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. അതുകൊണ്ട് തന്നെ ആ പറയുന്നതിൽ അർത്ഥവുമില്ല. ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലീഗ് UDF-ന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ലീഗ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് മറ്റെന്തെങ്കിലും എത്തിത്തോടി ആരെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ലീഗിനെ കീഴ്പ്പെടുത്താൻ ശ്രീ എ കെ ബാലനെ പോലുള്ളവർ ശ്രമിക്കേണ്ടതില്ല. വളരെയധികം നന്ദി. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ന്യൂസ് 18 പ്രതികരിച്ചത്. വീണ്ടും